ജൂൺ 23 മുതൽ 27 വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ നിക്ഷേപകർക്ക് ബോണസ് ഇഷ്യൂ, സ്റ്റോക്ക് സ്പ്ലിറ്റ് തുടങ്ങിയ കോർപ്പറേറ്റ് നടപടികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് 5 ലിസ്റ്റഡ് കമ്പനികളാണ്. ഇവയെല്ലാം സ്മോൾ ക്യാപ് ഭാഗത്തിൽ നിന്നുള്ള ഓഹരികളുമാകുന്നു. ഇതിൽ വി-മാർട്ട് റീറ്റെയിൽ, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്രിസിഷൻ കാസ്റ്റിംഗ് തുടങ്ങിയ ഓഹരികൾ ബോണസ് ഇഷ്യൂവും, ലഡു ഗോപാൽ ഓൺലൈൻ സർവീസസ്, എലൈറ്റ്കോൺ ഇന്റർനാഷണൽ, പദം കോട്ടൺ യാർൻസ് തുടങ്ങിയ ഓഹരികൾ സ്പ്ലിറ്റ് ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിക്ഷേപകർക്ക് ബോണസ് ഇഷ്യൂ, സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ഓഹരികളുടെ വിശദാംശങ്ങൾ നോക്കാം. ആദ്യം വി-മാർട്ട് റീറ്റെയിൽ. ഇന്ത്യയിലെ പ്രമുഖ വാല്യൂ റീറ്റെയിൽ ചെയിൻ ഓപ്പറേറ്ററാണ് വി-മാർട്ട് റീറ്റെയിൽ ലിമിറ്റഡ്. 2002 കമ്പനിയുടെ തുടക്കം. ഇടത്തരം വരുമാനക്കാരെ കുടുംബങ്ങളെ ലക്ഷ്യമിട്ടുള്ള റീറ്റെയിൽ ശൃംഖലയാണിത്. രാജ്യമെമ്പാടെ 28 സംസ്ഥാനങ്ങളിലെ 315-ലേറെ നഗരങ്ങളിലായി 500-ലധികം സ്റ്റോറുകളാണ് വി-മാർട്ട് റീറ്റെയിലിന് കീഴിലുള്ളത്. നിലവിൽ കമ്പനിയുടെ വിപണി മൂല്യം 7,071 കോടി രൂപയാകുന്നു. അതേസമയം വരുന്ന ആഴ്ചയിൽ നിക്ഷേപകർക്ക് ബോണസ് ഇഷ്യൂ കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3:1 അനുപാതത്തിലാകും ബോണസ് ഷെയർ കൈമാറുക. അതായത് നിക്ഷേപകരുടെ കൈവശമുള്ള ഓരോ വി-മാർട്ട് റീറ്റെയിൽ ഓഹരിക്കും വീതം അധികമായി 3 ഓഹരികൾ കൂടി സൗജന്യമായി ലഭിക്കുമെന്ന് സാരം. ബോണസ് ഇഷ്യൂവിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും 2025 ജൂൺ 23 ആകുന്നു. വെള്ളിയാഴ്ച 3,556 രൂപ നിലവാരത്തിലായിരുന്നു വി-മാർട്ട് റീറ്റെയിൽ ഓഹരി ക്ലോസിംഗ് കുറിച്ചത്. രണ്ടാമത് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്രിസിഷൻ കാസ്റ്റിംഗ്സ്. കാസ്റ്റിംഗ്സ് ആൻഡ് ഫോർജിംഗ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന മൈക്രോ ക്യാപ് കമ്പനിയാണ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്രിസിഷൻ കാസ്റ്റിംഗ്സ് ലിമിറ്റഡ്. എല്ലാ വർഷവും മുടങ്ങാതെ നിക്ഷേപകർക്ക് ക്യാഷ് ഡിവിഡൻഡ് കൈമാറുന്ന ഓഹരിയുമാണിത്. അതേസമയം 19 വർഷത്തിന് ശേഷം നിക്ഷേപകർക്ക് വീണ്ടും ബോണസ് ഷെയർ നൽകുമെന്ന് കമ്പനി അറിയിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി 1:1 അനുപാതത്തിൽ ബോണസ് ഇഷ്യൂ ചെയ്യുമെന്നാണ് പ്രഖ്യാപനം. അതായത് നിക്ഷേപകരുടെ കൈവശമുള്ള ഓരോ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്രിസിഷൻ കാസ്റ്റിംഗ്സ് ഓഹരിക്കും വീതം അധികമായി ഓരോ ഓഹരി കൂടി സൗജന്യമായി നേടാമെന്ന് ചുരുക്കം. ബോണസ് ഷെയർ വിതരണത്തിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും നിശ്ചയിച്ചിരിക്കുന്നത് 2025 ജൂൺ 27 ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച 989 രൂപ നിലവാരത്തിലായിരുന്നു ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്രിസിഷൻ കാസ്റ്റിംഗ്സ് ക്ലോസിംഗ് കുറിച്ചത്. ലഡു ഗോപാൽ ഓൺലൈൻ സർവീസസ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മൈക്രോ ക്യാപ് കമ്പനിയാണ് ലഡു ഗോപാൽ ഓൺലൈൻ സർവീസസ് ലിമിറ്റഡ്. നേരത്തെ ETT ലിമിറ്റഡ് എന്നിവയിൽ അറിയപ്പെട്ടിരുന്ന കമ്പനിയാണിത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രത്യേകിച്ച് വരുമാനമൊന്നും രേഖപ്പെടുത്തുന്നില്ല. കമ്പനിയുടെ 99% ഓഹരികളും റീറ്റെയിൽ നിക്ഷേപയുടെ പക്കലാണെന്നത് ശ്രദ്ധിക്കുക. അതേസമയം പുതിയ വ്യാപാരാഴ്ചയിൽ ലഡു ഗോപാൽ ഓൺലൈൻ സർവീസസ് ഓഹരി സ്പ്ലിറ്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10:2 അനുപാതത്തിലാവും സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നിലവിൽ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ലഡു ഗോപാൽ ഓൺലൈൻ സർവീസസ് ഓഹരി 2 രൂപ ഫേസ് വാല്യൂ ഉള്ള 5 ഓഹരികളെ വിഭജിക്കപ്പെടുന്നത് സാരം. ഈ മാറ്റം ഓഹരിയുടെ വിപണി വിലയിൽ പ്രതിഫലിക്കുന്ന എക്സ്പ്ലിറ്റ് തീയതി 2025 ജൂൺ 24 എലൈറ്റ്കോൺ ഇന്റർനാഷണൽ. സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് എലൈറ്റ്കോൺ ഇന്റർനാഷണൽ ലിമിറ്റഡ്. ഏറെക്കാലമായി വരുമാനമൊന്നും രേഖപ്പെടുത്താതിരുന്ന ഈ കമ്പനി അവസാന 2 സാമ്പത്തിക പാദങ്ങളിലായി വരുമാനവും അറ്റാദായവും ക്രമാതീതമായി ഉയർത്തുന്നുണ്ട്. ഇതിൻ്റെ പ്രതിഫലനമെന്നാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എലൈറ്റ്കോൺ ഇന്റർനാഷണൽ ഓഹരിയുടെ വിലയിൽ 4400% വർധനയാണ് കുറിച്ചിട്ടുള്ളത്. 10 രൂപ നിലവാരത്തിൽ നിന്ന ഓഹരി 494 രൂപ നിലവാരത്തിലേക്ക് കുതിച്ചുയർന്നു. അതേസമയം വരുന്ന വ്യാപാരാഴ്ചയിൽ എലൈറ്റ്കോൺ ഇന്റർനാഷണൽ ഓഹരി സ്പ്ലിറ്റ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 10:1 അനുപാതത്തിലാണ് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നിലവിൽ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു എലൈറ്റ്കോൺ ഇന്റർനാഷണൽ ഓഹരി 1 രൂപ ഫേസ് വാല്യൂ ഉള്ള 10 ഓഹരികളായി മാറുമെന്ന് സാരം. ഈ വിഭജനം ഓഹരിയുടെ വിലയിൽ പ്രതിഫലിക്കുന്ന എക്സ്പ്ലിറ്റ് തീയതി 2025 ജൂൺ 25 നിശ്ചയിച്ചു. പദം കോട്ടൺ യാർൻസ്. പരുത്തിനൂൽ നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന കുഞ്ഞൻ ടെക്സ്റ്റൈൽ കമ്പനിയാണ് പദം കോട്ടൺ യാർൻസ് ലിമിറ്റഡ്. കമ്പനിയുടെ 100% ഓഹരികളും റീറ്റെയിൽ നിക്ഷേപയുടെ കൈവശമാണുള്ളതെന്ന് ശ്രദ്ധിക്കുക. സമീപ വർഷങ്ങളിലൊന്നും വരുമാനം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇക്കഴിഞ്ഞ മാർച്ച് പാദത്തിൽ വലിയ ഇളവുകൾക്ക് ശേഷം പദം കോട്ടൺ യാർൻസ് വരുമാനം അറ്റാദായം കുറിച്ചിട്ടുണ്ട്. അതേസമയം 10:1 അനുപാതത്തിൽ ഓഹരി സ്പ്ലിറ്റ് ചെയ്യുമെന്നാണ് അറിയിപ്പ്. അതായത് നിലവിൽ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു പദം കോട്ടൺ യാർൻസ് ഓഹരി 1 രൂപ ഫേസ് വാല്യൂ ഉള്ള 10 ഓഹരികളെ മാറ്റപ്പെടുമെന്ന് സാരം. ഈ വിഭജനം ഓഹരിയുടെ വിപണി വിലയിൽ പ്രതിഫലിക്കുന്ന എക്സ്പ്ലിറ്റ് തീയതി 2025 ജൂൺ 27 ആകുന്നു. ഡിസ്ക്ലെയിമർ. മേൽ സൂചിപ്പിച്ച ഓഹരികളുടെ കോർപ്പറേറ്റ് നടപടികൾ സംബന്ധിച്ച വിവരം പഠനാവശ്യാർത്ഥം പങ്കുവച്ചാണ്. ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശം ഉപദേശമോ അല്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തികരുടെ സേവനം തേടുക, സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ET മലയാളം ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വിഷയങ്ങൾ വീണ്ടും കാണാം.